ഗായത്രി, ഗായത്രി നീ എന്തേ കാണിക്കുന്നേ? കൊച്ചിന്റെ ഉടുപ്പിലെ വൃത്തികെട്ട സ്മെല്ല് മാറുന്നില്ല. അതിനാണോ നീ മോഹം ഒത്തുപിടിച്ചിരിക്കുന്നേ? ബെസ്റ്റ്. നാറ്റം അടിച്ചിട്ട് എനിക്ക് ഛർദിക്കാൻ വരുന്നു. സ്വന്തം കൊച്ചിന്റെ അപ്പിയുടെയും മൂത്രത്തിന്റെയും മണം അടിച്ച് അതിന്റെ അമ്മയ്ക്ക് ഛർദിക്കാൻ വരുന്നെന്നോ? എടി മോളെ, അത് കൊച്ചാണ്. നീ 10 മാസം നൊന്ത് പ്രസവിച്ച നിന്റെ സ്വന്തം കൊച്ച്. അതിന്റെ അഴുക്കത്തുണി കഴുകിയിട്ടാണോ നിനക്ക് ഛർദിക്കാൻ വരുന്നത്? കഷ്ടം തന്നെ. നീ എന്തെല്ലാം കാണാനിരിക്കുന്നു. എടോ, താൻ കിടക്കുന്നില്ലേ? എന്തിനാ കണ്ണട മുമ്പ് വയറ് നോക്കി നിൽക്കുന്നത്? ഡെലിവറി ഡേറ്റ് എടുക്കാറായില്ലേ? എന്തോ ഒരു ടെൻഷൻ പോലെ. ടെൻഷനോ? എന്തിന്? തന്നോട് ഞാനില്ലേ, പിന്നെ നമ്മുടെ അമ്മയുണ്ടല്ലോ കൂടെ. എന്നാലും എന്തോ ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. നീ വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടാൻ നിൽക്കണ്ട. വാ കിടക്ക്, ഞാൻ കാല് പിടിച്ചു തരാം. അപ്പോൾ ഉറങ്ങിപ്പോളൂ. മോളെ, ഇത് പാല് കുടിക്ക്. ഇതൊക്കെ മറക്കാതെ കുടിക്കണ്ട മോളെ. മോളെന്താ ഉറങ്ങാൻ വൈകിയത്? അവക്ക് പ്രസവത്തേത് അടുത്തോണ്ട് ചെറിയൊരു പേടിയാണ്. അയ്യോ, എന്തിന്? ഞാനും മോനും ഒക്കെ മോളെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. പ്രസവത്തിന് ശേഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ 6 മാസം കാത്തിരുന്ന് കെട്ടിയ പൊന്നു കുഞ്ഞാ വയറ്റി കിടക്കുന്നത്. ഞാൻ എവിടെയൊക്കെ നേർന്നെന്നറിയാവോ? കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടും വിശേഷമാകാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബന്ധുക്കളോടൊക്കെ ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. എന്തായാലും ദൈവം എൻ്റെ വിളി കേട്ടു. എന്നാലും ഇത് പെട്ടെന്നായ പോലെ. ഞാൻ പ്രഗ്നൻസിക്കൊന്നും റെഡി അല്ലായിരുന്നു. ഇതിലൊക്കെ റെഡിയാകാൻ എന്തിരിക്കുന്നു മോളെ? ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഗർഭിണിയായത്. പിന്നെ അടുപ്പിച്ച് 3 എണ്ണം. അമ്മയാകാൻ പ്രത്യേകിച്ച് റെഡിയാകൊന്നും വേണ്ട. കുഞ്ഞ് വരുമ്പോൾ നമ്മൾ താനേ അമ്മയായിക്കോളും. മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. 3 പേരെ നോക്കിയ ആളാണ് ഞാൻ. മോൾ പാൽ. വേദന സഹിച്ച് പ്രസവിച്ച കൊച്ച് അവിടെ ഇരുന്ന് കരയുന്നു. കൊച്ചിൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു. നീ പോയി ആ കൊച്ചിന് പാല് കൊടുക്ക്. അതിന്റെ വിശപ്പൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? രാവിലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ട് വേണ്ടേ അതിനെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്കേ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്താണെന്ന് അറിയില്ല. കൊച്ചു പാല് കുടിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ശുഷ്കാന്തിയാണ്. എന്റെ കാര്യം ഇവിടെ ആർക്കും അറിയണ്ട. ദേ ഗായത്രി, പ്രസവിച്ചിട്ടത് കൊണ്ട് അമ്മയാകില്ല. അതിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇടക്ക് ആഹാരവും ഉറക്കവും ഒക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. എന്റെ പൊന്നമ്മേ, അങ്ങനെ ഞാൻ എന്നെ മറന്ന് എന്റെ കുഞ്ഞിനെ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാനും എന്റെ കുഞ്ഞ് സന്തോഷമായിരിക്കണം. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തല്ലേ ഒരമ്മ മദർഹുഡ് എൻജോയ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ഓരോ പെൺപിള്ളേരുടെ കണ്ടുപിടുത്തങ്ങളല്ലേ. മറ്റുള്ള പെൺപിള്ളേർ തുള്ളുന്നത് പോലെ ഇവിടെ കടന്ന് തുള്ളാന്ന് നീ വിചാരിക്കേണ്ട. കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണം. അതിന് വല്ല അസുഖം വന്ന് ആശുപത്രി കൊണ്ടിടാൻ ഇവിടെ നടക്കത്തില്ല. കൊച്ചിന്റെ കരച്ചിൽ കേട്ടാലേ ഒരമ്മയുടെ തൊണ്ടേന്ന് ആഹാരം ഇറങ്ങത്തില്ല. അറിയോ നിനക്കത്? ഞാനേ പോയി പാല് കൊടുത്തോളാം. ഇതൊക്കെ കൊണ്ടാ പല സ്ത്രീകൾക്കും പ്രസവം കഴിഞ്ഞിട്ട് ജീവിതം അടുക്കുന്നത്. അച്ഛ ഇപ്പൊ വരും, എന്നിട്ട് നമുക്ക് പുറത്തു പോവാവേ. എന്റെടാ എന്ത് നീ എന്താ ഒരുങ്ങി കെട്ടിയിരിക്കുന്നു? എന്തൊക്കെ കാണിച്ചാൽ എന്താ? നമ്മളെ നോക്കാൻ ആരുമില്ല. നിന്നെ നോക്കാതെ ഈ കൊച്ചെന്റെ ഇരിക്കോടി. ഇരിക്കുമോ? അതൊക്കെ പണ്ടത്തെ സ്നേഹമായിരുന്നു. ഇപ്പൊ വന്ന ആദ്യം എന്നെ അല്ലല്ലോ നോക്കുന്നേ. ഇതാണ് ഈ ഭാര്യമാരെ കുഴപ്പം. ഭർത്താക്കന്മാർ എത്ര സ്നേഹിച്ചാലും പരാതി പറയാനേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ? അതിരിക്കട്ടെ, നീ എന്താ ഈ ഒരുങ്ങി ഈ വശത്തിരിക്കുന്നത്? അല്ല, നമുക്കൊന്ന് പുറത്തു പോവാൻ. പുറത്താ? ഇപ്പഴാ? കൊച്ചിനെ കൊണ്ട് പുറത്തൊന്നും പോറായില്ലടി. കൊച്ചിനെ അമ്മ നോക്കും. കുറച്ചു നേരത്തേക്കല്ലേ. എത്ര നാളായി ഞാൻ ഈ റൂമിൽ തന്നെ അടച്ചിരിക്കുന്നു. എനിക്ക് മടുത്തു. അരുണ് ജോലിക്ക് പോയ കൊച്ചിന്റെ കരച്ചിലും അമ്മയുടെ വഴക്കും കേട്ടിട്ടാണ് എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. പ്ലീസ്, നമുക്ക് ഒന്ന് പുറത്തു പോയിട്ട് വരാം. അതൊന്നും പറ്റില്ല. കൊച്ചിനെന്തെങ്കിലും ആവശ്യം വന്നാ അമ്മ മാനേജ് ചെയ്തോളൂ അരുൺ. എന്തോ എനിക്ക് പ്ലാൻ എത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. നീ കൊച്ചിനെ നോക്കും. വേണ്ട അരുൺ. അവൾ അങ്ങനെ പലതും പറയും. ഇപ്പോഴും അമ്മയായെന്ന ബോധം അവൾക്ക് വന്നിട്ടില്ല. അവളുടെ സ്വന്തം കാര്യം മാത്രം. എന്റെ പൊന്നരുൺ, എന്റെ ഭർത്താവിന്റെ കൂടെ ഞാനൊന്ന് പുറത്തു പോകണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ.
ഈ മുറിയിൽ ഡയപ്പർ മാറ്റി മാറ്റി എനിക്ക് ജീവിതം മടുത്തു. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനാ പുറത്തു പോണോന്ന് ഞാൻ പറഞ്ഞത്. അത് വന്ന് അമ്മയടുത്ത് വിളമ്പേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നിനക്കങ്ങനെ പറയാം. നമ്മൾ പുറത്തു പോകുമ്പോൾ കൊച്ചിന് വല്ല ആവശ്യമെന്ന് ആര് നോക്കും? അവൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം. കൊച്ചിന്റെ ആവശ്യമൊന്നും അവൾ ആലോചിക്കാറേ ഇല്ല. മച്ചിയല്ലാന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കുട്ടികളെ പ്രസവിച്ചിടുന്ന കുറെ എണ്ണമുണ്ട്. അതിൽ പെടും ഇവളും. പേരിനൊരമ്മ, എപ്പോഴും സ്വന്തം കാര്യം മാത്രം അവൾക്ക് വലുത്. ഒന്ന് നിർത്താമോ? രണ്ടുപേരും കൂടെ എന്നെ ഭ്രാന്തിയാക്കുന്നുണ്ട്. എടി മോളെ, പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ സാധാരണ ഒരു പെണ്ണിൽ നിന്നും അമ്മയാക്കി മാറ്റിയെടുക്കണം. അല്ലാതെ കൊച്ചിൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട, എനിക്ക് ഭർത്താവിൻ്റെ കൂടെ കറങ്ങാൻ പോകണമെന്ന് എന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ കൊച്ചുകാരിയും അതിന് വേശക്കും അതിൻ്റെ അഴുക്ക് തുണികളൊക്കെ അപ്പം മാറണം. അതുകൂടാതെ കുഞ്ഞുറങ്ങുന്ന സമയത്ത് വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം മാറണം. കല്യാണം കഴിഞ്ഞ് നടന്നതുപോലെയല്ല ഒരു കുഞ്ഞായി കഴിയുമ്പോൾ. ഞാനില്ല എങ്ങോട്ടും. പോരെ. കരയണ്ട. കൊതുപ്പ് കടിച്ചു. മതി നീ പാല് കുടിച്ചത്. ഇതെന്താ കുപ്പിയിൽ പാലെടുക്കുന്നത്? എനിക്ക് ആ കൊച്ചിന് ഇനി പാല് കൊടുക്കാൻ വയ്യ. അതെന്ത്? പാല് കൊടുത്തോണ്ടിരുന്നപ്പോ അവൻ എന്നെ കടിച്ചു. എനിക്കാണെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ പറയുന്നേ? അതെ, കൊച്ചിന് കെമിക്കലൊന്നും കൊടുക്കാനായിട്ടില്ല. സൗന്ദര്യം പോകുമെന്ന് കരുതിയാണ് നീ കൊടുക്കുന്നെങ്കിലേ അത് നീ കൊച്ചിനോട് ചെയ്യുന്ന ദ്രോഹാ. അമ്മയ്ക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവത്തില്ല. അവൻ എന്റെ കൊച്ചല്ലേ, ഞാൻ തീരുമാനിച്ചോളാം അവൻ എന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ. ആഹാ, എന്നോട് സംസാരിക്കുന്ന ഭാഷ കണ്ടില്ലേ? കൊച്ചിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടണോ വേണ്ടെന്ന് ഇന്ന് തീരുമാനിക്കണം. ഞാൻ എന്റെ മോനെ വിളിക്കട്ടെ. അമ്മ എന്തേലും കാണിക്കും. ഗായത്രി, എന്താ അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇതേ എന്റെയും കൂടി കുഞ്ഞാ. അപ്പൊ ഈ കുഞ്ഞിന്റെ മേലെ എനിക്കുള്ള അവകാശം എന്റെ അമ്മയ്ക്കുണ്ട്, കേട്ടോ? അവകാശം പറയാൻ 100 നാവാണല്ലോ നിങ്ങൾക്ക്. പക്ഷെ കുഞ്ഞിന്റെ കാര്യങ്ങൾ വരുമ്പോ അതിനെ സഹായിക്കാൻ മാത്രം ആർക്കും പറ്റില്ല. നിങ്ങൾ ജോലിക്ക് പോകും, അമ്മയ്ക്ക് ഒരു പണിയില്ലെങ്കിലും അമ്മ എന്നെ ഒന്നും സഹായിക്കില്ല. കുളിക്കാൻ പോകുമ്പോഴും കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ എന്റെ ഒരു കണ്ണ് എപ്പോഴും കൊച്ചിന്റെ അടുത്ത് വേണം. ഒരു സഹായം പോലും ആരുടെ സൈഡിൽ നിന്നും ഇല്ല. പക്ഷെ അവകാശം പറയാനും 100 അഡ്വൈസ് തരാനും ഒരുപാട് പേരുണ്ട്. കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇവള് വന്നു കയറിയ സ്വഭാവമാണ് ഇപ്പം. ഇവൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. എങ്ങനെ ആകാതിരിക്കും? നിങ്ങളുടെ കൂടെ അല്ലേ ഇപ്പൊ എന്റെ ജീവിതം. ഞാനൊരു 1000 വട്ടം ചോദിച്ചതല്ലേ ഇപ്പൊ ഈ കുഞ്ഞ് വേണോ വേണോന്ന്. അമ്മയാകാൻ റെഡി ആകാത്ത എന്നെ കൊണ്ട് നിങ്ങൾ പ്രസവിപ്പിച്ചു. അതിന് കൊടുക്കേണ്ട സ്നേഹവും കെയറും കൊടുക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ കൊച്ചിന് നല്ലതാണോന്ന് പോലും എനിക്കറിയില്ല. അതൊന്നും പറഞ്ഞു തരാനും കൂടെ ഇരിക്കാൻ പോലും എന്റെ കൂടെ ആരുമില്ല. പക്ഷെ കുഞ്ഞിനെ കളിപ്പിക്കാനും പാല് കുടിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ട്. വിശേഷം കേൾക്കാൻ മാത്രം ചെവി കുറിപ്പിച്ചാൽ പോരാ. പ്രസവശേഷം ആ കൊച്ചൊന്ന് അലമുറയിട്ട് കരയുമ്പോൾ അതിനെടുത്തൊന്ന് ഉറക്കാനും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ ഡയപ്പർ ഒന്ന് മാറ്റാനും, അതിന്റെ അഴുക്ക് തുണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനും അതിനും കൂടിയൊക്കെ നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണം. പ്രസവിച്ചാൽ മാത്രം അമ്മ ആകില്ലെന്ന് പറഞ്ഞില്ലേ? കളിപ്പാട്ടം വാങ്ങി കളിപ്പിച്ച അച്ഛനും ആകില്ല. കൊച്ചിന് വേണ്ടി അമ്പലത്തിൽ പൂജ കഴിപ്പിച്ച അമ്മുമ്മയും ആവില്ല. എനിക്ക് സമാധാനത്തോടൊന്ന് കുളിക്കാൻ പറ്റണം.
ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടെ പ്രാന്ത് എടുത്തിട്ട് ഞാൻ ഇതെല്ലാം തീർക്കുന്ന ഈ കുഞ്ഞിനോടായിരിക്കും. എനിക്ക് മടുത്തു. എടാ ഇവൾക്ക് ശരിക്കും എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നീ വേഗം പോയി ഡോക്ടറെ വിളിക്ക്. ഇവളെടുത്ത് കുഞ്ഞിനെ കടത്തിയാൽ ശരിയാവില്ല. ഞാൻ കുഞ്ഞിനെ എടുക്കാം. നിങ്ങൾ വിളിച്ചു പറഞ്ഞതുപോലെ ഗായത്രിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. അവളുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. ഈ പ്രസവം കഴിഞ്ഞ അമ്മമാരെ എണീറ്റ് നിന്ന് അരിയിരിക്കുമെന്നും മരത്തിൽ കയറുമെന്നൊക്കെ പറയുന്ന ഓരോ മണ്ടന്മാരുടെ കണ്ടെത്തലുകളാ. അവർക്ക് ഈ സമയം വേണ്ടത് ശാരീരികവും മാനസികവുമായ പരിഗണനയാണ്. അവർ ആ സമയത്ത് അവരെ തന്നെ ചോദ്യം ചെയ്യും, താനൊരു നല്ല അമ്മയാണോ എന്ന്. അപ്പോൾ കൂടെ നിന്ന് കൈപിടിച്ച് നടത്തേണ്ടത് പാർട്ട്ണറുടെ ജോലിയാണ്. ഡോക്ടർ, അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ടേ? എന്തിനാടോ എല്ലാവർക്കും മെറ്റേണിറ്റി ലീവ് പോലെ പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? കുറച്ച് ദിവസം ലീവ് എടുത്ത് നിന്ന് പാർട്ട്ണറുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കിയാൽ അതത്ര കുറച്ചിലൊന്നും ആകില്ല. അതും പോട്ടെ, കല്യാണം കഴിഞ്ഞ് 4 മാസം തികയുന്നതിന് മുന്നേ മരുമോക്ക് വിശേഷം ആകുന്നില്ല എന്നും പറഞ്ഞ് അമ്മ കാണാൻ വന്നില്ലേ എന്നെ? ആ ശുഷ്കാന്തി എന്താ പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും നോക്കുന്നതിൽ കാണിക്കാത്തത്? മോളെ, നാളെ ഞാൻ മാറി നിന്ന് അവൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ അമ്മമാര് തന്നെ ഒറ്റയ്ക്ക് നോക്കി പഠിക്കണ്ടേ? എൻ്റെ അമ്മയെ പ്രസവശേഷം കുഞ്ഞിനെയും കൊടുത്ത് ഒറ്റയ്ക്ക് വിടുന്നതല്ല ശരി. അവളെ കൂടെ നിന്ന് സഹായിച്ച് ആ കുഞ്ഞിനെ നോക്കാൻ അവളെ പ്രാപ്തയാക്കി എടുക്കണം. ഇതിപ്പോ നീന്തൽ അറിയാത്ത ആളെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ കടലിൽ തള്ളി വിട്ടിട്ട് നീ അങ്ങ് നീന്തെന്ന് പറയും പോലെ ആയില്ലേ? അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ. അവൾ ഇത്രയും സ്ട്രെസ്സിലാ കടന്നു പോകുന്നെന്ന് എനിക്ക് അറിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയാവാൻ പഠിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു പാരൻസ് ആവാം. പിന്നെ അമ്മയോട് ഇവർക്കറിയാത്ത കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മയും അവരെ ഹെൽപ്പ് ചെയ്യണം. ഡോക്ടർ, ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് അടുത്ത ചെക്കപ്പിന് കാണാം.